ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എന്താ പറയുന്നത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ ഫോട്ടോസുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജെമിനി എന്ന് പറഞ്ഞ ആ ഒരു ആപ്പിനകത്തോടാണ് ഇതില്ലെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിളിനകത്തോട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ സപ്പോർട്ടില്ലാതെ പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ രീതിയിലും കാണിച്ചു തരാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തൂടെയും. ഈ രണ്ട് രീതിയിലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാനത് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സെർച്ച് കോളമുണ്ട്. ആ സെർച്ച് കോളത്തിൽ നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യണം ജെമിനി. ഞാൻ ഓൾറെഡി നേരത്തെ ടൈപ്പ് ചെയ്തുകൊണ്ട് താഴെ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ജെമിനി കണ്ട് ഓൾറെഡി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കാണുന്ന ജെമിനി AI എന്ന് പറഞ്ഞ ആ ഒരു പേജിലാണ്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പേജാണ് വന്നിട്ടുള്ളത്. ആ പേജിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യമൊന്നും നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു പേജ് ഓപ്പൺ ആയതിന് ശേഷം ഓൾറെഡി എൻ്റെ മൊബൈലിനകത്ത് ഞാൻ മെയിൽ ID ഒക്കെ കൊടുത്തത് കൊണ്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഹലോ പ്രകാശ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഒന്നും പണിയൊന്നുമില്ല. ഏറ്റവും താഴെ നമ്മൾ പോകേണ്ടത് ആസ്ക് ജെമിനി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഫോട്ടോസിന് എന്തൊക്കെ ഇതാണ് വേണ്ടതെന്നുള്ളത് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനു വേണ്ടി ഞാനാണ് ഓൾറെഡി എൻ്റെ മൊബൈലിനകത്ത് ഇത് ടൈപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്, ഇത് കോപ്പി ചെയ്ത് മാത്രം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇതിനു വേണ്ടി ഞാൻ ഈ കോപ്പി ചെയ്യുന്ന ഈ ഒരു ലെറ്ററുകൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞാനത് ഇട്ടേക്കാം. അതിൽ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നേരെ അപ്പം ഞാൻ ഇതിനകത്ത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നു. വേണ്ട ഈ ഇത്രയും ലെറ്ററുകളാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ലെറ്ററുകൾ ഞാൻ കോപ്പി ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഈ ജെമിനിയിലേക്ക് പോകുന്നു. താഴെ കാണിച്ചിട്ടുണ്ട് ആസ്ക് ജെമിനി. അപ്പോൾ അവിടെ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യുക. അത് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് തൊട്ട് താഴെ തന്നെ ഒരു പ്ലസ് ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ആ പ്ലസ് ചിഹ്നത്തിലാണ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ കാണിക്കുന്നുണ്ട് ക്യാമറ. നമ്മൾ ഡയറക്റ്റ് ഫോട്ടോസ് എടുക്കാനാണോ അതല്ലെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ അപ്ലോഡ് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മുടെ മൊബൈലിനകത്തുള്ള ഗാലറിയിൽ നിന്ന് എടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, തൽക്കാലം നമ്മളിപ്പം മൊബൈലിൽ നമ്മുടെ ഗാലറിയിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകുന്നു, അപ്ലോഡ് ഫയൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ മൊബൈലിൽ അത് കാണിക്കുന്നത് ഫോട്ടോസ് എന്താ പറയുന്നത് ലൈബ്രറി. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഞാൻ ആദ്യം ചെയ്തിട്ട കുറേ ഫോട്ടോസുകളിലൂടെ കിടപ്പുണ്ട്. എങ്കിലും ഞാനൊരു 1-2 ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ഫോട്ടോ എടുക്കാം. ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട് നേരെ ഏറ്റവും മുകളിൽ ആഡ് കൊടുക്കുന്നു. ഈ ആഡ് കൊടുക്കുമ്പോൾ തന്നെ ഈ നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന ലെറ്ററിൻ്റെ മുകളിൽ തന്നെ ഓൾറെഡി ഫോട്ടോസ് അവിടെ ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെ ലെറ്ററിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ ഒരു ആരോ ഉണ്ട്. ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട് ജസ്റ്റ് എ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് കുറച്ചൊരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. വെറും സെക്കൻഡുകൾ മാത്രം വെയിറ്റ് ചെയ്താൽ മതി, അല്ലാതെ മിനിറ്റുകളൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മുടെ നെറ്റ് പോലിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ സംഭവം നടക്കും. താഴെ ഓൾറെഡി ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ നമ്മളിങ്ങനെ ഇതിങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ ഫോട്ടോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഈ വന്നിരിക്കുന്ന ഫോട്ടോ ഈ ജെമിനിയിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഫോട്ടോ ഫുള്ളുള്ളതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു ചെറിയ ആരോ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ആരോ ഉണ്ട്. കണ്ടോ, ഏറ്റവും മുകളിൽ ആരോ ഉണ്ട്. ആ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ താഴെ കാണിക്കുന്നുണ്ട് ഡൗൺലോഡ് ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് സേവ് ആയിട്ടുണ്ട്. ഇവിടെ സേവ് ആവുന്നു. ഓൾറെഡി എൻ്റെ ഫയലിലേക്ക് ഇത് സേവ് ആയിട്ടുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പണിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഓപ്പൺ ഇൻ ഡൗൺലോഡ് എവിടെയാണോ ഡൗൺലോഡ് ആയി പോയെന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നുണ്ട്. ജെമിനി ഫസ്റ്റ് കിടക്കും. ഞാൻ 2 നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ഇതാണ്. ഏതാണ്ട് ഏകദേശം 1.4 MB മാത്രമേ ഉള്ള ഒരു ഫോട്ടോ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, ആരോടും ഒന്നും തന്നെ ചോദിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എങ്കിലും ഞാൻ അതുകൂടെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ കണ്ട പോലെ തന്നെ നേരെ നമ്മുടെ ഗൂഗിളിലേക്ക് പോകുന്നു. ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ പഴയതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം ജെമിനി AI. ഓൾറെഡി ഞാൻ നേരത്തെ നോക്കിയത് കൊണ്ട് ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പഴയതുപോലെ തന്നെ ഇതുപോലുള്ള പേജ് വന്നിട്ടുണ്ട്. ഗൂഗിൾ ജെമിനി എന്നുള്ള പേജ് വന്നിട്ടുണ്ട്. അവിടെ നമ്മളൊന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്ത് കണ്ട അതേ എന്താ പറയുന്ന ഒരു പേജാണ് വരുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹലോ പ്രകാശ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ആസ്ക് ജെമിനി. ഈ ആസ്ക് ജെമിനി എന്ന് പറഞ്ഞ ഏരിയയിലേക്കാണ് നമ്മൾ ലെറ്റർ ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്യുന്നു.
മിനിമൈസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈലിനകത്ത് ചെയ്ത അതേ ലെറ്റർ തന്നെയാണ് ഇവിടെയും. ഇതിങ്ങനെ കോപ്പി ചെയ്യുന്നു. കോപ്പി നേരെ നമ്മൾ വീണ്ടും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേജ്, ഗൂഗിൾ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇത് പേസ്റ്റ് കൊടുക്കുന്നു. നേരെ ആ ലെറ്റർ മുഴുവനോടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെപ്പുറത്ത് തന്നെ ആഡ് ഫയൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അപ്ലോഡ് ഫയൽ, ആ അപ്ലോഡ് ഫയലിലേക്ക് ഇതിനകത്ത് ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഞാനും അച്ചും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ ഒരു ഫോട്ടോ ഞങ്ങൾ ഇതിനകത്ത് തൽക്കാലം അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അത് കാണിക്കും. ആ ഫോട്ടോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു സെക്കൻഡ്. അതാ ഇവിടെ ആ ഫോട്ടോ വന്നിട്ടുണ്ട്, ചെറിയ രീതി വന്നിട്ടുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ലെറ്ററിൻ്റെ റൈറ്റ് എൻഡിൽ ഒരു ആരോ ഉണ്ട്. ആ ആരോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജസ്റ്റ് സെക്കൻഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ, ഇത് നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഒരുപാട് മിനിറ്റുകളൊന്നും വെയിറ്റ് ചെയ്യണ്ട, സെക്കൻഡുകൾ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നോക്കണം, ഓൾറെഡി ഇവിടെ ഫോട്ടോ തെളിയാനുള്ള ഒരു ആരംഭം കാണിക്കുന്നുണ്ട്. അതായത് കണ്ടോ, ഇവിടെ ഓൾറെഡി ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഫോട്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി അവിടെയൊക്കെ നമ്മൾ മൗസ് കൊണ്ടുപോകുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. നേരെ ഒരു സെക്കൻഡ് എന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഗാലറിക്ക് പോയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസുകൾ നമുക്കിനി ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്നെ പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.